രാഷ്ട്രീയമായി ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം ചൂടുപിടിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായിരിക്കുന്നതിനിടയിൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട 3 പേരുകളിൽ ഏറ്റവും പ്രമുഖനായ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിനെയാണ് വീണ്ടും 2026-27 വർഷത്തേക്കുള്ള പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സ്പീക്കർ ഓം ബിർളയുടെ ഉത്തരവ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം 15 ലോക്സഭാ എംപിമാരും 7 രാജ്യസഭാ എംപിമാരും അടങ്ങുന്ന 22-അംഗ സമിതിയാണ്. അതിന്റെ ചെയർമാനായാണ് മലയാളിയായ KC വേണുഗോപാൽ ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് 3 പേരാണ്, 3 മലയാളികളാണ് PSC അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. 1948-49 കാലഘട്ടത്തിൽ ജോൺ മത്തായി, പിന്നീട് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ, പിന്നീട് 2014 മുതൽ 2016 വരെ ഒടുവിൽ KV തോമസ്, അതിനുശേഷം KC വേണുഗോപാൽ. അങ്ങനെ 4ാമതൊരു മലയാളി വീണ്ടും ആ സ്ഥാനത്ത് തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കടന്നുവരാനുള്ള KCയുടെ നീക്കം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുകയാണോ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന സസ്പെൻസ് നിറയുന്ന ഒരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് PSCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ തിരികെ എത്തുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി പോരിൽ പിന്നെ ശേഷിക്കുന്നത് 2 പേരാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയും. ഈ 2 പേരിൽ KC വേണുഗോപാൽ ഇവിടേക്ക് കടന്നു വരുന്നതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ വേണുഗോപാലിന്റെ പിന്തുണ പിന്നെ ആർക്ക് എന്നതാകും UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യത്തിൽ ഏറ്റവും നിർണായകമായി മാറുക. അങ്ങനെ KC വേണുഗോപാലിനെ മാറ്റി നിർത്തി. കാരണം ഈ തർക്കത്തിൽ നിന്ന് KC വേണുഗോപാലിനെ കോൺഗ്രസ് നല്ല ഒരു പുഷ്പം പോലെ, അല്ലെങ്കിൽ ഒരു മുള്ളെടുക്കുന്ന ലാഘവത്തോടെ ആ പ്രശ്നം പരിഹരിച്ചു.